ജനുവരി 16 രണ്ട് സാറ്റലൈറ്റ് നമ്മൾ സ്പേഡക്സിൽ രണ്ട് സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു. രണ്ട് സാറ്റലൈറ്റും 28,400 km/h സ്പീഡിലാണ് ചുറ്റിക്കൊണ്ടിരുന്നത്. ആ രണ്ട് സാറ്റലൈറ്റും വി മേഡ് ദ ഡോക്കിംഗ് ജനുവരി 16. പിന്നെ അടുത്ത ഘട്ടത്തിൽ ഇന്ന് നമ്മൾ നിറയെ അതിന്റെ ശേഷം നിറയെ ഈ റിസൾട്ട്സ് ഒക്കെ പഠിച്ചു, നിറയെ അനാലിസിസ് ചെയ്ത് ഒരു 100 സിമുലേഷൻ ചെയ്ത് അൺഡോക്കിംഗ് ആണ്. നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്താൽ പിന്നെ ഇതാവും ചെയ്ത് ഇന്നലെയാണ് രാവിലെ 9:20 നമ്മൾ അൺഡോക്കിംഗ് ആദറൈസ് ചെയ്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അൺഡോക്കിംഗ് സക്സസ് ആയി. അപ്പം ഇങ്ങനെ ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗില് സക്സസ് ആയ 4ാമത്തെ ദേശമാണ് നമ്മളുടെ ഭാരതദേശം. അതൊരു മേജർ ഒരു അച്ചീവ്മെന്റ് ആണ്. ഈ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇത് നിറയെ ഇത് യൂസ് ആവും. ഇപ്പൊ നമ്മുടെ ചന്ദ്രയാൻ 4 ഒരു 9,000 kg സാറ്റലൈറ്റ്, 9,200 kg സാറ്റലൈറ്റ് ആണ്. അത് 2 റാക്കറ്റിലാണ് കൊണ്ടുപോയി 2 ഡാക്ക് ചെയ്യണം. ഡാക്ക് ചെയ്ത് പിന്നെ മൂന്നാമത് നിലാവുക്ക് പോയിട്ട് അവിടെ അൺഡാക്ക് ചെയ്ത് ചില പോർഷൻ തറയിറങ്ങി അവിടെ സാമ്പിൾ എടുത്ത് തിരിച്ചു ഡാക്കാവും, പിന്നെ തിരിച്ചു വരും. അപ്പം ഇങ്ങനെ ഡാക്കിംഗ് അൺഡാക്കിംഗ് ഇതൊക്കെ യൂസ് ആവും. പിന്നെ ഒരു ഇടത്തിൽ യൂസ് ആവുന്നത് ഇപ്പൊ ആൾക്കാരെ മൂന്നൊക്കെ കൊണ്ടുപോകണമെങ്കിൽ വലിയ റാക്കറ്റിൽ കൊണ്ടുപോകാം. ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഒരു റാക്കറ്റ്, ഒരു മീഡിയം റാക്കറ്റാണ് ചെയ്യുന്നത്. 2 മോഡലായിട്ട് കൊണ്ടുപോയി അതുപോലെ അസംബിൾ ചെയ്ത് ഡാക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെ ഈ എക്സ്പെരിമെന്റ് അതൊക്കെ യൂസ് ആവും. അടുത്ത് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഈ സാറ്റലൈറ്റ് ഉണ്ടല്ലോ, 2 സാറ്റലൈറ്റ്, ഒരു സാറ്റലൈറ്റ് വെച്ചിട്ട് മറ്റേ സാറ്റലൈറ്റ് വെച്ച് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് എക്സ്പെരിമെന്റ്. ഒരു സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യും, മറ്റേ സാറ്റലൈറ്റ് അതിന്റെ ഔട്ടർ സർഫേസിൽ റൊട്ടേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യുന്ന കുറെ എക്സ്പെരിമെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഈ ഡാക്കിംഗ് വേണ്ടി നിറയെ അതിലെ സെൻസർ, പ്രൊപ്പൽഷൻ സിസ്റ്റം എല്ലാം ഉണ്ട്. ഒവ്വൊരു സാറ്റലൈറ്റിന് 5 കിലോഗ്രാം പ്രൊപ്പലന്റ് ആണ് വെച്ചിട്ടുള്ളത്. കാരണം ഇപ്പൊ അത് സെപ്പറേറ്റ് ചെയ്താൽ കൊണ്ടുപോകണല്ലോ, അതുക്കുള്ള എഞ്ചിനാണ് ഓപ്പറേറ്റ് ചെയ്യണം ചെയ്യുന്നത്. 5 കിലോഗ്രാമില് 3.5 കിലോഗ്രാം എണ്ണമുണ്ട്, 1.5 കിലോഗ്രാം യൂസ് ആയിട്ടുള്ളത്. അപ്പം ഇதை വെച്ചിട്ട് അടുത്ത് ഡാക്കിങ്ങും അൺഡാക്കിങ്ങും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇന്ന് 1 മാസം കഴിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ മൾട്ടിപ്പിൾ എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മുടെ ദേശത്തിൽ അറിയാമല്ലോ, കുറഞ്ഞ ചെലവില് മാക്സിമം റിസൾട്ട് നമ്മൾ ഉണ്ടാക്കാനാണ് നിൽക്കുന്നത്. അപ്പം ആ എക്സ്പെരിമെന്റ് ഒക്കെ മൾട്ടിപ്പിൾ എക്സ്പെരിമെന്റ് ചെയ്ത് ഈ ഡേറ്റ ഒക്കെ യൂസ് ചെയ്യും. ഫ്യൂച്ചറിൽ ഇത് യൂസ് ആവും. ഫസ്റ്റ് ചന്ദ്രയാൻ 4 ചെയ്യാൻ പോകുന്നത്. അതുക്ക് മുമ്പോട്ട് എന്നെ ഒരു സ്പേഡക്സ് 2 എണ്ണി കുറച്ച് എക്സ്പെരിമെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അപ്ലിക്കേഷൻ കൊണ്ടുവരുന്നത് ചന്ദ്രയാൻ 4 അത് കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെ അതിന്റെ ശേഷം നമ്മുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഗഗൻയാൻ ആൾക്കാരെ കൊണ്ടുവരുന്നത്. ഇനി ഫ്യൂച്ചറിൽ ആൾക്കാരെ നമ്മളുടെ ചന്ദ്രനിൽ കൊണ്ടുപോകണമെങ്കിൽ ഒന്ന് വലിയ റാക്കറ്റ് വേണം. നമ്മൾ അങ്ങനെ ചെയ്താൽ അത് എക്കണോമിക്കലി അത് നല്ലതല്ല. മറ്റു ദേശത്തിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ചെറിയ ഒരു മീഡിയം റാക്കറ്റ് എന്ന് പറയുന്നത് 30 സ്റ്റോറി ബിൽഡിംഗ് ഹൈറ്റിലുള്ളത് 2,100 ടൺ 2,400 ടൺ ലിഫ്റ്റ് ഓഫ് ചെയ്യാനാണ് മീഡിയം റാക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റാക്കറ്റില് രണ്ട് ഘട്ടമായിട്ട് കൊണ്ടുപോയി ഡാക്ക് ചെയ്തിട്ട് പിന്നെ ആൾക്കാരെ മേലേക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ നിറയെ ഇത് യൂസ് ഉണ്ട്. അപ്പം ഫർദർ എക്സ്പെരിമെന്റ്സ് നിറയെ, ഒരു എക്സ്പെരിമെന്റ് അല്ല, 5 കിലോഗ്രാമിലോ 1.5 കിലോഗ്രാമിലോ യൂസ് ആയിട്ടുള്ളത് ബാലൻസ് ഉണ്ടല്ലോ. ഇത് വെച്ച് നിറയെ എക്സ്പെരിമെന്റ് ചെയ്ത് ഡേറ്റ ജനറേറ്റ് ചെയ്യും. നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. ഒരു മിനിമം എക്സ്പെൻഡിച്ചറിൽ മാക്സിമം റിസൾട്ട് ജനറേറ്റ് ചെയ്താണ് പഠിക്കുന്നത്. വിൻഡോ ഓപ്പൺ ആവുന്നത് പിന്നെ ഇപ്പം ഒരു കുറെ ദിവസം വിൻഡോ ഉണ്ട്. ഈ ഇതിൽ വേറെ എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. മോണിറ്ററിംഗ് 1 സാറ്റലൈറ്റ് യൂസിങ് അനദർ സാറ്റലൈറ്റ്, അതാണ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത് ഡോക്കിംഗ് അനദർ 1.5 months വിൻഡോ ഓപ്പൺ ആവും. എല്ലാം ആ ഫേസിലാണ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ലാഞ്ച് ഇപ്പം നമ്മൾ PSLV ഒരു ലാഞ്ചാണ് ഇപ്പം പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ശേഷം നമ്മുടെ ഗഗൻയാനുക്ക് വേണ്ടി ഒരു ടെസ്റ്റ് വെഹിക്കിൾ, ഇപ്പൊ നമ്മൾ ടെസ്റ്റ് വെഹിക്കിൾ TVD 1 സക്സസ് പോയി. അതിലെ കുറച്ച് എക്സ്പെരിമെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കൊല്ലത്തില് നിറയെ റാക്കറ്റും സാറ്റലൈറ്റും കിട്ടത്തട്ട ഒരു 25 മിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എവറി മന്ത് ഒരു മിഷൻ പോകുന്നത് പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ നിങ്ങളുടെ അടുത്ത് പറയണം, ഇന്ന് നിങ്ങൾക്ക് അത് ഇപ്പൊ ന്യൂസിൽ കാണും, എല്ലാം നമ്മൾ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഒരു മേജർ അച്ചീവ്മെന്റ് നമ്മൾ നടന്നിട്ടുണ്ട്. എന്ത് അച്ചീവ്മെന്റ് എന്നാ, നമ്മളുടെ Mark 3 ഹ്യൂമൻ റേറ്റഡ് വെഹിക്കിൾ, ആൾക്കാർ കൊണ്ടുപോകുന്ന റാക്കറ്റ് ഉണ്ടല്ലോ, അതുക്ക് അപ്പർ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിജിനിയസ് ആയിട്ട് ഉള്ള C-25 ക്രേജിംഗ് സ്റ്റേജ്. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ റേറ്റഡ് വെഹിക്കിളിലെ C-32 ക്രേജിംഗ് സ്റ്റേജ് എന്ന് പറയും. 32 ടൺ ലിക്വിഡ് ഓക്സിജനും ഹൈഡ്രജനും ഉള്ള ഇதை വെച്ച് பயன்படுத்தி കൊണ്ടുപോകുന്ന റാക്കറ്റ് എഞ്ചിനാണ് C-32 സ്റ്റേജ് എന്ന് പറയും. അത് ഇതിലെണ്ണ Mark 3 വെഹിക്കിളിലുള്ള അപ്പർ സ്റ്റേജും ആൾക്കാരെ കൊണ്ടുപോകുന്ന ഗഗൻയാനുക്കുള്ള അപ്പർ സ്റ്റേജാണ്.
അപ്പൊ അതിന്റെ എഞ്ചിൻ ഉണ്ടല്ലോ, എഞ്ചിനെ ഫ്ലൈറ്റിൽ വിടുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പം ടെസ്റ്റ് ചെയ്യുന്നത് അത് ഫ്ലൈറ്റിൽ ഉണ്ട്, അവിടെ വേക്കമുണ്ടല്ലോ, അവിടെ യൂസ് ചെയ്യുന്നത്, അത് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിലാണ് ഇതുവരെ ചെയ്തത്. അതൊരു പെരിയ കോംപ്ലക്സ് പ്രോസസ് ഓഫ് ദി ടെസ്റ്റിംഗ് ആണ്. ആ ടെസ്റ്റാണിലെ ലിമിറ്റേഷൻ 20-25 സെക്കൻഡിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ അത്ര സിമുലേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ അത്ര അതുക്ക് മുകളിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത് ഇപ്പൊ ആൾക്കാരെ കൊണ്ടുപോകുന്നത് ഒരു 100 സെക്കൻഡ് 150 സെക്കൻഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. അപ്പൊ അത് ആ ഫെസിലിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഹ്യൂജ് ഫെസിലിറ്റി വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ഔട്ട്. ഇന്ന് ഒരു മേജർ അച്ചീവ്മെന്റ് നടന്നതെന്ന നമ്മൾ ഒരു പുതിയതായിട്ട് ഒരു നാസിൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറയും. ഇത് നാസിൽ എക്സിറ്റിലെ വെള്ളത്തടിച്ച് അത് இந்த സെപ്പറേഷനൊക്കെ സപ്രസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നു. ഇന്ന് ഈവനിങ് 3:30 മണിക്ക് മഹേന്ദ്രഗിരിയിലെ 100 സെക്കൻഡ് ടെസ്റ്റ് സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അഗെയിൻ എ മേജർ അച്ചീവ്മെന്റ് ഫോർ ദി ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ആൻഡ് ഇപ്പൊ എല്ലാം നമ്മൾ ഇന്ന് ഈവനിംഗ് ആണ് എല്ലാം സൈറ്റിലൊക്കെ ഇട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. അതൊരു മേജർ അച്ചീവ്മെന്റ് ആണ്. അതിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തിൽ ഞാനാണ് പ്രോജക്ട് ഡയറക്ടറായിട്ട് അപ്പോൾ LPSയിൽ ഇരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിലുള്ള കോംപ്ലക്സിറ്റി ഒക്കെ അറിയാം. ഇത് LPSയും IPRCയും ചേർന്ന് ചെയ്ത ഒരു സക്സസ്ഫുൾ ടെസ്റ്റാണ്. ESSയും കുറച്ച് ഇഗ്നൈറ്റർ അങ്ങനെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് ഇന്നലെ അൺഡോക്കിംഗ്, ഇന്ന് ഇങ്ങനെയുള്ള ഒരു മേജർ അച്ചീവ്മെന്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. NISR പോവും. NISR മേ ബി ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. സാറ്റലൈറ്റ് നമ്മൾ ക്ലിയർ ചെയ്യും. അതുക്കുള്ള വെഹിക്കിൾ ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി ഇൻ ഫ്യൂ മന്ത്സ്, ഒരു 3-4 മാസത്തേക്കുള്ള അത് പോവും. ഡേറ്റ് ഡിസൈഡ് ചെയ്ത ഉടനെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ആണ് ഡേറ്റ് ഡിസൈഡ് ചെയ്തത് നിങ്ങളുടെ അടുത്ത് പറയാം.